ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതേക്ക് എനിക്ക് ബെല്ലൈക്കോണും ക്ലിക്ക് ആക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്താൽ അതേക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. സ്കിപ്പാക്കാതെ കണ്ടോക്കണം. അങ്ങനത്തെ രാവിലെ എണിച്ചിട്ട് ഇപ്പം സ്കിപ്പാക്കാതെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ വെള്ളം കുടി. അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കും കേട്ടോ. ഇനി എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. ഇടയ്ക്ക് ഞാൻ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്കിപ്പാക്കിയിട്ടാ. ഇപ്പോൾ അതാ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല. എപ്പോഴും ഉണ്ടാവും എന്നുള്ള വിചാരിച്ചിട്ടാണ് കുടിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്കിപ്പാക്കും കേട്ടോ. പിന്നെ എന്താ ഉറങ്ങിച്ചപ്പാട് അയ്യന് താഴെ വന്നിട്ട് നമുക്ക് ടി വി വെച്ചതാന്ന് പറഞ്ഞു. പിന്നെ ഓനിക്ക് ടി വി വെച്ചെങ്കിൽ സെറ്റല്ല. അങ്ങനെ ഓനിക്ക് ടി വി വെച്ചിട്ട് ഞാൻ ഫ്രഷപ്പ് ആയിട്ടാകുമ്പോഴത്തേക്ക് ഉമ്മ വാഷാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. അപ്പോൾ അത് ആറിടാമെന്ന് വിചാരിച്ചു. മുറ്റം നോക്കുമ്പോൾ അടിക്കേണ്ടെന്ന് തോന്നി. എന്ന് വെച്ചെങ്കിൽ ഇന്നലെ അടിച്ചത് ഒന്ന് കാറ്റും മയം വരാത്ത കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ടായിന്. പിന്നെ എന്താ അപ്പോഴത്തേക്ക് ആറിട്ടിട്ട് വന്നിട്ടാകുമ്പോൾ ഉമ്മ പറഞ്ഞു പൂരിയും ബാജി ചൂടാന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഉമ്മ പൂരിക്ക് മാവ് കുഴച്ച് വെക്കുന്നുണ്ടായിന്. ഞാനിതാ സൈഡിൽ ബാജിക്ക് റെഡിയാക്കി കൊണ്ടുണ്ടായിന് കേട്ടോ. പിന്നെ എന്താ പൂരിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് ബാജി കറിയാക്കിയ ശേഷം തന്നെ പൂരി ചൂടാന്ന് വിചാരിച്ചിട്ട് അത് അവിടെ സൈഡിൽ വെച്ച് പിന്നെ എന്താ വേഗം ബാജി കറിയാക്കിയിട്ടാണ്. പിന്നെ എന്താ പൂരി ചൂടാൻ ഇതാക്കി ഞാൻ ഫസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കും കേട്ടോ. ഡബിൾ പണിയായെങ്കിലും എനിക്ക് ഇങ്ങനെ കൈക്കൊട്ടും ഒരു മാതിരി അങ്ങനെ എല്ലാം ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പയ്യ എല്ലാം ഒന്നിച്ചിട്ട് പൂരി ചൂടും. അപ്പോഴത്തേക്ക് ഉമ്മ അടുപ്പിൽ ചോറ് വെച്ചിട്ട് പോയതിട്ടാ. പിന്നെ അതാത്തി ഉമ്മൻ്റെ ബാക്കിലേ പോയിട്ടുണ്ടായിന്. അതും സെറ്റാക്കിയിട്ട് ക്ലീൻ എല്ലാം ചെയ്യാനുണ്ടിന്. ജിമ്മിൻ്റെ ഇത് ഇന്നലെ നമ്മൾ 11:30 ആയതുകൊണ്ട് മാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 10:30 തന്നെ എത്തണം, വേഗം വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വേഗം ക്ലീനിങ് പരിപാടി നടക്കുന്നില്ല ഇത് കേട്ടോ. ഇല്ലെന്ന് വെച്ചെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ അവർ ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ഗെയിനിൻ്റെ അവർ ടീമിൽ തന്നെ ജോയിൻ ആയെങ്കിൽ വേഗം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോഴത്തേക്ക് അതിനെ കളിക്കുന്നത് എല്ലാം സെറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിനെ ഫുൾ പെരക്കിയിട്ടുണ്ടാകും കേട്ടോ. ഓൻ്റെ പണി ചെയ്യാൻ തന്നെ ഒരു ടാസ്ക്. പിന്നെ വേഗം അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഇനി തോർത്താൻ പോകുന്നില്ലത്. ഈ തോർത്തിന് അപ്പോഴത്തേക്കാണ് ഓർമ്മ ചെയ്ത് ഇനി ഇടിച്ചാക്കാനുണ്ടല്ലോ. അപ്പോഴത്തേക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും വേഗം തോർത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പോൾ ഡയറ്റിങ് ആയതുകൊണ്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല ബാറ്റിങ് കിട്ടാം. ഇപ്പോൾ 4 പൂരിയും അത്യാവശ്യം നല്ല ഇതിൽ കഴിക്കും. എനിക്കും അതേ കണക്ക് അയനും തിന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ തിന്നുമ്പോഴത്തേക്കും നല്ലത് ഇങ്ങനത്തെ ടി വിയിൽ എന്തെങ്കിലും പാട്ട് വെച്ച് കൊടുത്ത് എങ്ങനെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്നൊന്നായിട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് തിന്നു കേട്ടോ. അപ്പോൾ ഇത് ഓനിക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ മുകളിൽ പോയി. ഓന് ഞാൻ അറിയാത്ത കണിക്ക് മുകളിൽ കയറിയിട്ട് വന്നത് കേട്ടോ. ഇല്ല എൻ്റെ ബാക്കിൽ വരും. ഓന് അടിച്ചാക്കാൻ വിടിയില്ല കേട്ടോ. അവൻ്റെ ബാക്കിൽ തന്നെ കളിക്കാൻ തോന്നും. ബാക്കിൽ കാക്കാന്ന് സൗണ്ട് കേൾക്കും കാക്കാൻ്റെത്. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ എന്താ ബേം ഞാൻ അടിച്ചാക്കിച്ച് ജിമ്മിന് പോകാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ സ്കിപ്പാക്കാതെ ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ഇത് മസ്റ്റ് ഇട്ടാ എന്ന് വെച്ചെങ്കിൽ വരുമ്പോഴത്തേക്ക് 12:30-1 മണിയാവുക. പൊരിഞ്ഞ വില എൻ്റെ പൊന്നെ. ബൈക്കിൽ പോവാന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ എക്സസൈസ് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് വെറുതെ എന്തിനാന്ന് എടുക്കുന്ന സമയത്ത് അത്രയും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കാതെ പോകുന്നത് കേട്ടോ. പിന്നെ എന്തായാലും ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് മുഞ്ചത്തിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലോ സൗണ്ട് ഉമ്മെന്തോ തായെന്തോ ആക്കുന്നുണ്ട്. അതടിക്കട്ടെ. പിന്നെ എന്താ ബാഗിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഷൂവും അതിന് വെള്ളം സെറ്റാക്കാനുണ്ട്. താഴെ ചുമ്മും നിറയിൽ മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ടായിന്. 3 മുട്ട തിന്നാൻ പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ പോലെ. 3 വിട്ടിട്ട് ഒന്നിനെ എങ്ങനെ തിന്നും പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുള്ളത്. കഷ്ടപ്പെട്ടിട്ട് 2 എങ്ങനെയല്ലോ തിന്നിട്ടാ. അപ്പം തന്നെ വയറ് ഫുള്ളായി. പിന്നെ ഒരു മാതിരി ഉണ്ടായിന് വയറ് ഫുള്ളാകുമ്പോഴത്തേക്ക്. 4 പൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു പാണ്ടേ ഇന്ന് ജിമ്മിൽ നല്ല പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസം സ്കിപ്പാക്കിയെങ്കിൽ പിന്നെ പിന്നെ അങ്ങനെ തന്നെ ബനിയാവും. പിന്നെ സ്കിപ്പാക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ എന്താ പറയുക എനിക്ക് കാണാതെ പോകണമെന്ന് വിചാരിച്ചത്. പക്ഷേ റൂമിൽ ഞാൻ മെല്ലെ ഓന് ടി വി വെക്കുന്നുണ്ടല്ലേ. ചമ്മുനി റൂമിൽ വരുമ്പോഴത്തേക്കും എന്താ ചമ്മുനി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതാ അവനെ കാണാതെ മെല്ലെ ഇങ്ങനെല്ലാം ഇറങ്ങിയിട്ടാകുമ്പോഴത്തെ എൻ്റെക്കാളും മുമ്പിൽ നിൽക്കുന്നുണ്ട്. അമ്മ ഞാൻ ജിമ്മിനെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ നേരെ റോട്ടുമ്മ പോയിട്ടാ. പിന്നെ ഇതാ അവൻ്റെ ബാക്കിൽ പോയിട്ട് സെറ്റാക്കാൻ ഉമ്മ പറഞ്ഞത് വാ നമുക്ക് നല്ല പാങ്ങിൽ കുളിച്ചിട്ട് റെഡി ആയിട്ട് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് നമുക്ക് ജിമ്മിനെല്ലാം പോവാം അമ്മീൻ്റെ വരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒളിച്ചു നിട്ടാം. എല്ലാം വന്ന് ഓന് ഉള്ളിൽ കൊണ്ടുപോകാൻ മാത്രമേ കത്തുന്നത്. പിന്നെ ഒരു പാച്ചിൽ റബ്ബ്. പിന്നെ നമ്മൾ ഉണ്ടല്ലോ മൈന റോട്ടിൽ നിന്ന് പോയിട്ടാ നമ്മൾ പേരൻ്റെ ഇങ്ങനെ മുറ്റത്തായിട്ട് പോയത്. എന്താ വെച്ചെങ്കിൽ വെയിൽ കൊള്ളാതെ ബെയ്യെത്താൻ വേണ്ടിയിട്ടാ. ഇല്ലെങ്കിൽ ഈ വെയിൽ കൊണ്ട് കയ്യില്ല. അങ്ങനെ ജിമ്മിനവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ ഇത് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം വർക്കൗട്ടെല്ലാം ചെയ്ത് അപ്പോഴത്തേക്ക് ചമ്മുനത് അത്യാവശ്യം നല്ലോണം ലേറ്റായി. അപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുഞ്ഞുമാനവിടെ പോകാൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചമ്മുനത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പേർക്ക് തുമ്മ നിങ്ങൾ വരുന്നില്ല 1 മണിയായി നിങ്ങൾ എത്തുന്നില്ലേന്ന്. അങ്ങനെ ബേയും പോകുന്നില്ല ഇത്. അപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക ബനാന ഷേക്ക് അടിച്ചിട്ട് കുടിച്ചിട്ടാ. പിന്നെ ബേയും റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അയ്യാനും തായെന്ന് കുലുമാരെന്ന് പറഞ്ഞെങ്കിൽ കനോടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓന് മോള് ബേന്ന് മുമ്പ്
റെഡിയാണെന്ന് വിചാരിച്ച് ബേബിയെ റെഡിയാണെന്നില്ല തെറ്റില്ല, ജസ്റ്റ് സ്കിൻ കെയറും പിന്നെ എന്താ പറയുക ലിപ്സ്റ്റിക്ക് മാത്രം ഇടുന്നില്ല. അപ്പോഴത്തേക്ക് അതിന് ഉമ്മ അത് സെറ്റാക്കിയിട്ട് പത്തൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല മുക്കി അപ്പോഴത്തേക്ക് വീണ്ടും കരയാൻ തുടങ്ങി. പന്ന് എന്തിനു എടുത്തിരുന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ടാ. പിന്നെ ഇതാ പോകുമ്പോഴത്തേക്ക് അയ്യാനോ ഹലോ ഗൈസ് നമ്മൾ മാമ എൻ്റെ അവിടെ പോകുന്നുണ്ട് ആടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കി കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ റോട്ടും എത്തിയിട്ട് ടാസ്ക് ഉള്ളത് വെച്ചെങ്കിൽ ഇപ്പോൾ ഇഞ്ഞ വെയിലത്ത് ഓട്ടോറിക്ഷയ്ക്ക് കത്തിക്കല്. പിന്നെ ഓട്ടോറിക്ഷ കത്ത് ലാസ്റ്റ് ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടാ. പിന്നെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോക്ക് ആടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് എന്താ അറിയില്ല അതുഷയില്ല, അതുഷയുടെ കളിക്കാൻ പോയിട്ടാ. അങ്ങനെ അയ്യാനും എന്താ അറിയില്ല അതുഷേൻ്റെ കളിക്കുന്നെല്ലാം എടുത്തിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഇത് നല്ല രസമല്ലേ, ഇതിനെന്ത് പറയില്ലേ റോബോട്ടാ അങ്ങനെ എന്തോ സംഭവം കേട്ടോ. പിന്നെ എന്താ അതിന് കാറിലും ക്ലിപ്പിലും ഇങ്ങനത്തെ അൽക്കുലത്തെ സാധനത്തിലെല്ലാം കളിക്കുന്നതിന്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ചൂടത്ത് ഒരു ലെമൺ ജ്യൂസ് ഒരു രക്ഷയില്ല, അതും കുടിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക ഉപ്പാനെ കുറേ നേരം കത്തിട്ട് ചോറ് കഴിക്കാനായി. അപ്പോഴത്തേക്ക് നെയ്ച്ചോറ് കോഴിക്കറി പപ്പടം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിന്. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പ്ലാനാക്കി പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് അറിയിച്ചു. പിന്നൊന്നും നോക്കില്ല, പ്ലാൻ സക്സസ് ആയില്ലേ. അത് അപ്പോഴത്തേക്ക് ബാബി ബെയ്യും ചായ റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ചായ എല്ലാം കുടിച്ചിട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ പോകാൻ റെഡിയായി. എവിടെ പോകുന്നതല്ലേ, നമ്മൾ റെഡ് മൂൺ ബീച്ചിൽ പോകുന്നുണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ അപ്ലോഡാക്കും, എല്ലാവരും കണ്ടോക്കണം, സ്കിപ്പാക്കാതെ അതും കണ്ടോക്കണം. അതേ കണക്ക് വേഗം പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ എന്താ പറയുക നമ്മൾ ഇനി റെഡിയെല്ലാം അയച്ച് ജസ്റ്റ് ടച്ചപ്പെല്ലാം ആക്കിയിട്ട് പോകാൻ നിൽക്കുന്നില്ല തെട്ടാ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബായ്.